ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ 9ാം ക്ലാസ്സിൽ അറബി പരീക്ഷയിൽ നമുക്ക് എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട, അതും 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കൊരു റിപ്പോർട്ട് തരും, ഒരു ന്യൂസ് റിപ്പോർട്ട്, തക്രീർ എന്നാണ് റിപ്പോർട്ടിന് അറബിയിൽ പറയാം. അങ്ങനെ റിപ്പോർട്ട് നമുക്ക് തന്നിട്ട് നമ്മളോട് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറയുന്നവരും, നമ്മൾ അതിൽ നിന്ന് താഴെ കൊടുത്തതുപോലെ പ്രോഗ്രാം നോട്ടീസ് നമ്മളോട് എഴുതാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മൾ കൃത്യമായിക്കൊണ്ട് ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇതിൻ്റെ മുഴുവൻ മീനിങ് ഒന്നും നമുക്ക് അറിയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യമാണ് സാറ് പറയുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തത് പ്രോഗ്രാം നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോഗ്രാം നടക്കുന്നു. ആ പ്രോഗ്രാം നടക്കുമ്പോൾ ആ പ്രോഗ്രാമിന് ആരാണ് വെൽക്കം സ്പീച്ച്, സ്വാഗതം പറയേണ്ടത്, അല്ലെങ്കിൽ ആരാണ് ആ പ്രോഗ്രാം കൺട്രോൾ ചെയ്യേണ്ട, അധ്യക്ഷൻ ആരാണ്, ഉദ്ഘാടനം ചെയ്യേണ്ട ഗസ്റ്റിൻ്റെ പേരെന്താ, ആരൊക്കെ അതിൽ ആശംസ പറയുന്നുണ്ട്, ആരാ നന്ദി പറയാം, ഇവരൊക്കെ പേര് എഴുതി തയ്യാറാക്കുന്ന ഒരു ലിസ്റ്റിനാണെന്ന് പറയാം പ്രോഗ്രാം നോട്ടീസ്. അതിന് അറബിയിൽ എന്താ പറയുക, അൽ ബർനാമിജ് എന്നാണ് പറയുക അല്ലേ. അൽ ബർനാമിജ് എന്നെന്ത് ചെയ്യും, അതിന് പറയും. ഓക്കെ, ക്ലിയർ ആയല്ലോ, ബർനാമിജ്. ഇനി ബർനാമിജിൽ പ്രധാനമായിട്ടും 5 പാർട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ പ്രോഗ്രാംസ് വരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, തർഹീബ്, കലിമത്ത് തർഹീബ്. എന്താ തർഹീബ് എന്ന് പറഞ്ഞാൽ വെൽക്കം സ്പീച്ച്, സ്വാഗതം എന്നാണ്. അപ്പോൾ ഈ തർഹീബ് എന്നുള്ളത് പഠിക്കുമ്പോൾ നമ്മളതിൻ്റെ കൂടെ പഠിക്കേണ്ടത്, ഇതിൽ നമുക്ക് അത് കിട്ടാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വേറൊരു വാക്കാണ് റഹബ എന്നുള്ളത് കേട്ടോ. തർഹീബ്, റഹബ എന്ന വാക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ മറ്റൊന്നാണ് റിയാസത്ത്. റിയാസത്ത് എന്ന അധ്യക്ഷൻ എന്നാണ് അർത്ഥം, പ്രോഗ്രാം കൺട്രോൾ ചെയ്യുന്ന ആൾ. അതിന് നമ്മൾ മനസ്സിലാക്കിയ 2 വാക്കുണ്ടാവും. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ റിയാസത്ത് തന്നെ അതിൽ പറയും, ഈ വാക്ക് തന്നെ അതിൽ പറയും. അതല്ലെങ്കിൽ എന്തായിരിക്കും എന്നറിയോ, അതല്ലെങ്കിൽ റഅസ എന്നുള്ള വാക്കുണ്ടാവും, റഅസ കേട്ടോ. ഓക്കെ, ഇനി റിയാസത്തിന് പകരം ചിലപ്പോൾ എന്ത് ഉപയോഗിക്കുന്ന, ചിലപ്പോൾ നിങ്ങൾ അത് രണ്ടും ഒന്ന് തന്നെയാണ്, നിങ്ങൾ കണ്ടാൽ മനസ്സിലായാൽ മതി. റഈസ് എന്ന് ഉപയോഗിക്കും കേട്ടോ. ഇതിൽ ഏത് നിങ്ങൾക്ക് ഉപയോഗിക്കും, നിങ്ങൾ സ്വന്തമായി ചെയ്താണെങ്കിൽ ഇതിൽ ഏതും എഴുതാം. ചിലപ്പോൾ ഇവിടെ എന്തുണ്ടാവും, റഈസ് എന്നോ അല്ലെങ്കിൽ റിയാസത്ത് എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനു വേണ്ടി മനസ്സിലാക്കി വെക്കേണ്ട വേറെ എന്താണ്, പിന്നെ റിയാസത്ത് എന്നാണ് കേട്ടോ, അതില്ല, റിയാസത്ത് എന്നാണ് കേട്ടോ. ഓക്കെ, ഇനിയോ മൂന്നാമത്തെ ഒന്നാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അൽ ഇഫ്തിതാഹ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇഫ്തിതാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ഘാടനം, ഇഫ്തിതാഹ് ഉദ്ഘാടനം. ഓക്കെ, അൽ ഇഫ്തിതാഹ് എന്ന് പറയുന്നത് ഉദ്ഘാടനം. അതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വാക്ക് എന്താ, അതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാണാതെ പഠിക്കേണ്ട വാക്ക് ഞാൻ പറഞ്ഞുതരാം. ഇഫ്തതഹ എന്നുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വാക്ക്, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനിയോ അടുത്തത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പിന്നെ ഒരു പോയിൻ്റാണ് തഹാനി, ആശംസ. തഹാനി എന്നാണ് ആശംസ, അത് നിങ്ങൾ വേറെ പഠിക്കേണ്ട, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. മറ്റൊന്നാണെന്ത്, അശുക്ർ, നന്ദി, ശുക്ർ, നന്ദി. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട വാക്കേണ്ട വാക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾ തർഹീബ് 5 കാര്യമാണ് നിങ്ങൾ കൃത്യമായി കൊണ്ട് പഠിക്കേണ്ടത് കേട്ടോ. തർഹീബ് സ്വാഗതം, റഈസ് അധ്യക്ഷൻ, റഈസ് റിയാസ് രണ്ടും ഒന്ന് പഠിച്ചാൽ മതി, അധ്യക്ഷൻ. മൂന്നാമത് ഇഫ്തിതാഹ് ഉദ്ഘാടനം. നാലാമത് തഹാനി ആശംസ. അഞ്ചാമത്തെ ശുക്ർ നന്ദി. ഇതിന് രണ്ടിനും ഇതിൽ വേറെ വേർഡൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇത് കണ്ടുപിടിക്കാൻ ഇതിൽ ഈ വാക്കുകൾ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇനി ചിലപ്പോൾ ചില പ്രോഗ്രാമിൽ എന്തുണ്ടാവും, അൽ ഖുതുബ, സ്പീച്ച് ഉണ്ടാവും കേട്ടോ. എന്തുണ്ടാവും, ഖുതുബ. ഇതെല്ലാ പ്രോഗ്രാമിലും ഉണ്ടാവില്ല, ചില പ്രോഗ്രാമിലുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സെൻറ്റൻസിൽ ഖുതുബ എന്ന് കൊടുത്തിട്ടുണ്ടാവും, ഖുതുബ എന്ന് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ സാർ റിപ്പീറ്റ് ചെയ്യാണ്, ഈ 5 കാര്യങ്ങൾ എന്തിനാണെന്നറിയോ. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെയൊക്കെ സാറ് ഫില്ല് ചെയ്ത് എഴുതിയതാണ്. ഇങ്ങനെ ഇവിടെ കൊടുക്കാതെ ഈ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കും. എന്തിനാണ്, നിങ്ങൾക്ക് ഇതൊക്കെ അറിയുമോ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് ഈ കലിമത്ത് എന്നുള്ളതും ഇതൊക്കെ നിങ്ങൾ ഒഴിവായിക്കോളാം, നിർബന്ധമില്ല. അത് കലിമത്ത് നിന്ന് കൊടുത്ത് എഴുതിയാലും പ്രശ്നമില്ല, കൊടുക്കാതെയാലും പ്രശ്നം, തെറ്റൊന്നും ഇടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് ഓർമ്മ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇവിടെ പഠിക്കേണ്ടത് തർഹീബ്, റിയാസത്ത്, ഇഫ്തിതാഹ്, തഹാനി, ശുക്ർ, നന്ദി. ഓക്കെ, ഈ 5 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് കിട്ടും. നോക്കാം, നമുക്ക് തർഹീബ് കിട്ടാൻ വേണ്ടി ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞ വാക്ക് ഏതാണ്, റഹബ. റഹബ എന്നുള്ളത് കലിമത്ത് തർഹീബ്, റഹബ. തർഹീബ് തന്നെ കൊടുത്തു. കലിമത്ത് തർഹീബ് ആരാണ്, അമീനു ലജ്നത്തുൽ മുദരിസ്. ഇതല്ല കലിമത്ത് തർഹീബ്, ഇതാണ് നാദിറുൽ മദ്രസ. വേറെ സെൻറ്റൻസ്, വ അദ്ദാന്നുണ്ട് കേട്ടോ, അത് വേറെ സെൻറ്റൻസ് ആണ്, അവിടെ ശുക്റിൻ്റെതാണ്. നാദിറുൽ മദ്രസ നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു 5-6 ആൾക്കാരുണ്ട്. അത് നിങ്ങൾ കാണാതെ പഠിക്കണ്ട, ഇത് കണ്ടാൽ ഈ ആളാണെന്ന് മനസ്സിലായാൽ മതി. നാദിറുൽ മദ്രസ ആരാണ്, HM ആണ് കേട്ടോ. നാദിറുൽ മദ്രസ HM ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു,
അത് നമുക്കിത് നാദിറുൽ മദ്രസ. നിങ്ങളെ സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാമിൽ എന്തായാലും എച്ച് എം ഉണ്ട്. അപ്പോൾ ഏത് പ്രോഗ്രാം നോട്ടീസിൽ നിർബന്ധമായി വരുന്ന ഒരു വാക്കാണ് ഒരു നാദിറുൽ മദ്രസ. നിങ്ങൾ അതെന്തായാലും നിങ്ങൾ പ്രോഗ്രാം നോട്ടീസിൽ ഉണ്ടാവും. അപ്പോൾ നാദിറുൽ മദ്രസയാണ് എന്ത് ചെയ്തുള്ളത്, സ്വാഗതം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത എന്താണ് റഈസ് റിയാസ. ഞാൻ പറഞ്ഞു നിങ്ങൾ റിയാസത്തോ റഅസോ നോക്കണം. ഇവിടെ ഇങ്ങനെ വായിച്ചു നോക്കും മനസ്സിലാവും. പിന്നെ ഇഫ്തഹ് കഴിഞ്ഞു, റിയാസത്ത് ഉണ്ടോ, റിയാസത്ത് കണ്ടില്ലേ, റിയാസത്ത് ഈ പറഞ്ഞ വാക്ക് റിയാസത്തോടെ കണ്ടില്ലേ. അവിടെ എന്താണ് റഈസു മജ്ലിസുൽ ഖറവി. നമ്മുടെ സ്കൂളിൽ നടക്കുന്ന അധിക പ്രോഗ്രാമിനും വിളിക്കുന്ന ഒരാളാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ ധൈര്യമായിട്ട് ആ വാക്കുകൾ പഠിച്ചു വെച്ചോളൂ. ആരാണ് അധ്യക്ഷൻ ഈ പ്രോഗ്രാമിൽ? ആരാണ്? റഈസു. റഈസ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് കേട്ടോ. റഈസ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്. റഈസു അൽ മജ്ലിസുൽ ഖറവി എന്ന് പറഞ്ഞ പഞ്ചായത്ത് കേട്ടോ. അൽ മജ്ലിസു അൽ ഖറവി, മജ്ലിസുൽ ഖറവി എന്ന് പറയാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. ഓക്കെ, ഇനി ഉദ്ഘാടനം ഇഫ്തിതാഹ് എന്നല്ലേ, അതിന് സാറ് പറഞ്ഞ വാക്ക് ഇഫ്തഹ. ഇവിടെ ഉണ്ടോ നോക്കുക, ഇവിടെ ആൻസർ ഉണ്ട് നോക്കണം. ഇഫ്തഹ കണ്ടില്ല നിങ്ങൾ, ഇഫ്തഹ ആരാണ്? ഉളുവ് മജ്ലിസ് തശ്രീഅ, ഉളുവ് മജ്ലിസ്. ഇത് നോട്ട് ചെയ്തോളി. MLA നമ്മുടെ സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ അധികം ആരെ വിളിക്കും? MLA. അപ്പോൾ MLA ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ടെന്നറിയോ, കാണാതെ പഠിക്കേണ്ടത്. ഇതെന്തിനാണെന്നറിയോ, ഈ വാക്കുകൾ നന്നായി പരിചയപ്പെട്ടാൽ ഇവിടെ കാണുമ്പോൾ, ഉദാഹരണത്തിന് പറഞ്ഞുതരാം, ഇവിടെ അൽ റഈസുൽ മജ്ലിസുൽ ഖറവി പഞ്ചായത്ത് പ്രസിഡന്റ് മനസ്സിലാക്കി വെച്ച് ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, ഇത് മനസ്സിലാക്കാതെ ഇതെല്ലാം കൂടി എടുത്തിവിടെ കൊണ്ടുപോയതും ആ സെൻറ്റൻസ് കുറേ ആവശ്യമില്ലാത്ത കൊണ്ടുപോയതും. അപ്പോൾ ചില ടീച്ചേഴ്സ് തെറ്റിടും. ഓക്കെ, അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം, ഇത് കണ്ട പരിചയം നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. ഈ ആളുകൾ തന്നെയാണ് നിങ്ങളെ പിന്നെ സ്കൂളിൽ നടക്കുന്ന 9ാം ക്ലാസ് പരീക്ഷയിൽ നടക്കുന്ന പ്രോഗ്രാമിൽ വരുന്ന വാക്കുകൾ ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പൊതുവെ മജ്ലിസ് തശ്രീഅയാണ് MLA. ഇനി മുഅല്ലഫ് ഷുർത്തി പോലീസ് ഉദ്യോഗസ്ഥനാണ്, അത് മനസ്സിലാക്കി വെച്ചോളൂ. മുഅല്ലഫ് ഷുർത്തി ആരാണ്? പോലീസ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ. പോലീസ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ. മുഅല്ലഫ് ഷുർത്തി പോലീസാണ്. ഷുർത്തി എന്ന് പറഞ്ഞാൽ പോലീസ്. ഖുത്തുബയാണ് അല്ലേ, ഖുത്തുബ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നോക്കണം, അൽക്കാ മൗസൂദി ഖുത്തുബാണ്ട. ഖുത്തുബത്തൻ തൗഇയ. തൗഇയ എന്ന് പറയുന്നത് ബോധവൽക്കരണ പ്രസംഗം എന്നാണ് അർത്ഥം. ഓക്കെ, ഖുത്തുബ എന്ന് എഴുതിയാലും മതി. ഖുത്തുബാൻ്റെ നേരം ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മളോട് ഫില്ല് ചെയ്തു, കണ്ടില്ലേ? യെസ്. ഇനി തഹാനികൾ നോക്കേണ്ടത് ഇതിൽ തന്നെ ഉണ്ടാവും, ആ വാക്കേന ഉണ്ടാവും. രണ്ടാമത്തെ പ്രത്യേകത, ഇതെല്ലതും തഹാനി അല്ലാത്ത എല്ലതും ഓരോന്നേ ഉണ്ടാവുള്ളൂ. തഹാനി മാത്രം ചിലപ്പോൾ ഒന്നിന് പുറമെ 2 3 ഒക്കെ ഉണ്ടാവും. പക്ഷെ എങ്ങനെ മനസ്സിലാക്കാം? ഒരാൾ പേര് കഴിഞ്ഞിട്ട് വാ എന്നുണ്ടാവും. ഇവിടെ നമുക്ക് നോക്കാം. പിന്നെ റഈസുൽ ജംഇയ്യത്തുൽ മുസ്ലിമീന, ഇവിടെ ഒരാളാണ് റഈസു ജംഇയ്യത്തുൽ മുദരിസ്. ജംഇയ്യത്തുൽ മുദരിസ് എന്ന് പറഞ്ഞാൽ പിന്നെ സ്റ്റാഫ് കൗൺസിലിനെ പിന്നെ മുദരിസിൻ വല്ല ഔസിയാണ് കേട്ടോ. മുദരിസിൻ ഔസിയ എന്ന് പറഞ്ഞാൽ PTA കേട്ടോ, പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ. അതിൻ്റെ റഈസ് പ്രസിഡന്റ് കേട്ടോ. അപ്പോൾ റഈസു ജംഇയ്യത്തുൽ മുദരിസിൻ വൽ ഔസിയ എന്ന് പറയാനാണ് പിന്നെ PTA പ്രസിഡന്റ്. ഇത് നോട്ട് ചെയ്യാം. റഈസു നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രോഗ്രാമിലും ആരും പങ്കെടുക്കും. റഈസു ജംഇയ്യത്തിന് പകരം എന്താ വെച്ചാൽ ലജ്നത്ത് എന്നുണ്ടാവും കേട്ടോ. ലജ്നത്ത് ജംഇയ്യത്തു അൽ മുദരിസീന വൽ ഔസിയാ. അപ്പോൾ ഇത് ഈ വലിയ പേര് കണ്ടാൽ ഇത് പിന്നെ വേറെ തെറ്റിദ്ധരിക്കരുത്. ഇതെന്താണ്, ഒറ്റ പേര് തന്നെയാണ് കേട്ടോ. ആരാണ്? PTA പ്രസിഡന്റ്. കേട്ടോ. PTA പ്രസിഡന്റ്. ഓക്കെ, ഇനിയോ കഴിഞ്ഞ് ഇവിടെ ഒരു വാ ഉണ്ട് കേട്ടോ. ഉളുവുൽ മജ്ലിസുൽ ഖറവി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? മജ്ലിസുൽ ഖറവി പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്താണ്. ഉളുവ് എന്ന് പറഞ്ഞ മെമ്പർ. അപ്പോൾ ഉളുവുൽ മജ്ലിസ് ഖറവി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ കേട്ടോ. ഉളുവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മെമ്പർ എന്ന് പറഞ്ഞാൽ. ഉളുവു മെമ്പർ. ആരാണ്? എന്തിൻ്റെ മെമ്പറാണ്? അൽ മജ്ലിസു അൽ ഖറവി. മജ്ലിസു അൽ ഖറവി പഞ്ചായത്ത് മെമ്പറാണ്. രണ്ടാമത് ആശംസ പറഞ്ഞു. ഇവിടെ നോക്കി, ഏറ്റവും ലാസ്റ്റിലെ ശുക്ർ ഉണ്ടാവും. ആരാണ്? അമീനു ലജ്നത്തിൽ, സ്റ്റാഫ് സെക്രട്ടറി. അമീനു ലജ്നത്തുൽ, അമീൻ എന്ന സെക്രട്ടറി എന്നാണ് അർത്ഥം കേട്ടോ. അമീനു ലജ്നത്തു കൂട്ടായ്മ അസോസിയേഷൻ എന്നൊക്കെയാണ്. ലജ്നത്തു അൽ മുദരിസീൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളൊരു പ്രോഗ്രാം നോട്ടീസ് ഫില്ല് ചെയ്യേണ്ടത്. സാറ് പറഞ്ഞു ഇതിലെ മുഴുവൻ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യവും എല്ലതും ഇവിടെ ഉണ്ട്.
നമ്മൾ ആകെ പഠിച്ചു പോകേണ്ട ഒരു 5 വാക്കേ ഉള്ളൂ. അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾ എങ്ങനെ കൺഫ്യൂഷനൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഏതാണ്? തർഹീബ്, റഈസ്, ഇഫ്തിതാഹ്, തഹാനി, ശുക്ർ. ഇത് 5 നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു പോകണം. കാരണം അത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ ചോദിച്ചില്ലെങ്കിൽ ഫില്ല് ഇതിൻ്റെ ഓർഡർ തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ മനസ്സിലാവാത്ത വീഡിയോ വീണ്ടും കണ്ടിട്ട് എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോവുക. എന്തായാലും ക്വസ്റ്റ്യന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.